1910 വിയന്ന. തെരുവിൽ അലഞ്ഞു നടക്കുന്ന ആരും തിരിച്ചറിയാത്ത ഒരു 21 വയസ്സുകാരൻ, ഒരു പരാജയപ്പെട്ട കലാകാരൻ. 30 വർഷങ്ങൾക്കിപ്പുറം അതേ മനുഷ്യൻ ലോകത്തെ വിറപ്പിക്കുന്ന ഏറ്റവും ശക്തനായ ഏകാധിപതിയായി മാറി. ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായം എഴുതി ചേർത്തവൻ, 65 ദശലക്ഷം മനുഷ്യരുടെ മരണത്തിന് കാരണക്കാരനായവൻ, ഒരു ജനതയെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ മടിക്കാത്തവൻ. എങ്ങനെയാണ് ഒരു സാധാരണ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ മകൻ, ഒരു ഭവനരഹിതനായ ചെറുപ്പക്കാരൻ, ചരിത്രത്തിലെ ഏറ്റവും വലിയ രാക്ഷസനായി മാറിയത്? എന്തായിരുന്നു അവന്റെ ഉള്ളിലെ അടങ്ങാത്ത പകയുടെയും അധികാരമോഹത്തിന്റെയും ഉറവിടം? ഇത് അഡോൾഫ് ഹിറ്റ്ലറുടെ യാത്രയാണ്, ഒരു രാക്ഷസന്റെ ഉദയത്തിന്റെ കഥ. ൽ ഓസ്ട്രിയയിലെ ബ്രൗണൌ ആം ഇൻ എന്ന ചെറിയ പട്ടണത്തിൽ ഒരു സത്രത്തിന്റെ 2ാം നിലയിലുള്ള ഒരു മുറിയിലാണ് അഡോൾഫ് ഹിറ്റ്ലർ ജനിക്കുന്നത്. ഏപ്രിൽ 20 വൈകുന്നേരം 6:30. അവന്റെ അച്ഛൻ അലോയിസ് ഹിറ്റ്ലർ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ ക്ലാറ ഹിറ്റ്ലർ ഒരു സാധാരണ വീട്ടമ്മയും. ആ ദമ്പതികൾക്ക് ജനിച്ച 6ാമത്തെ കുഞ്ഞായിരുന്നു അഡോൾഫ്. എന്നാൽ മുതിർന്ന സഹോദരങ്ങളെല്ലാം ചെറുപ്പത്തിലെ മരിച്ചുപോയതിനാൽ അവൻ 4ാമത്തെ കുട്ടിയായി വളർന്നു. ആ വീട്ടിൽ ജനിച്ച ഒരു കുഞ്ഞ് പിന്നീട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മരണത്തിന് കാരണക്കാരനാകുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. അവന്റെ ഭാവി പ്രവചിക്കാൻ ആർക്കുമാവില്ല. ഹിറ്റ്ലർ ജനിച്ചു വീണ ആ കെട്ടിടം പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായി. വർഷങ്ങൾക്ക് ശേഷം ആ കെട്ടിടം പൊളിച്ചു നീക്കാൻ ഓസ്ട്രിയൻ സർക്കാർ തീരുമാനിച്ചു. ഒരു ഏകാധിപതിയുടെ ഓർമ്മകൾ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഹിറ്റ്ലർക്ക് ഏതാനും ആഴ്ചകൾ മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. 1895 അച്ഛന് ലിൻസ് എന്ന സ്ഥലത്തേക്ക് കസ്റ്റംസ് ഇൻസ്പെക്ടറായി ഉദ്യോഗ കയറ്റം ലഭിച്ചു. അതോടെ അവരുടെ ജീവിതം അങ്ങോട്ട് പറിച്ചു നടപ്പെട്ടു. 6ാം വയസ്സിൽ ലിൻസിനടുത്തുള്ള ഫിഷൽഹാം എന്ന സ്ഥലത്തെ ഒരു ചെറിയ സ്കൂളിലാണ് ഹിറ്റ്ലർ പഠനം ആരംഭിച്ചത്. വർഷങ്ങൾക്ക് ശേഷം 1939 ജർമ്മനിയുടെ ഭരണാധികാരിയായി മാറിയ ഹിറ്റ്ലർ ആ പഴയ സ്കൂൾ സന്ദർശിക്കാൻ തിരിച്ചെത്തി. തന്റെ കാമുകിയായിരുന്ന ഇവ ബ്രൗൺ പകർത്തിയ കളർ ഫിലിമിൽ ആ പഴയ സ്കൂളിലെത്തിയ ഹിറ്റ്ലർ വികാരാധീനനാകുന്നത് കാണാം. കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകൾ അയവിറക്കുകയായിരുന്നു അയാൾ. പ്രാഥമിക വിദ്യാഭ്യാസം അയാൾക്ക് സന്തോഷം നൽകി. എന്നാൽ അതിനുശേഷമുള്ള സ്കൂൾ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. ഈ ചിത്രങ്ങളിലൂടെ താനൊരു മികച്ച വിദ്യാർത്ഥിയായിരുന്നുവെന്നും ഭാവിയിൽ വലിയൊരു രാഷ്ട്രീയ നേതാവാകാൻ ജനിച്ചവനാണെന്നും ജർമ്മൻ ജനതയെ വിശ്വസിപ്പിക്കാൻ ഹിറ്റ്ലർ ശ്രമിച്ചു. എന്നാൽ ഇത് വെറുമൊരു പ്രചാരണം മാത്രമായിരുന്നു. യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ഹിറ്റ്ലർ പഠനത്തിൽ വളരെ പിന്നിലായിരുന്ന ഒരു കുട്ടിയായിരുന്നു. തനിക്കിഷ്ടമുള്ള വിഷയങ്ങളിൽ മാത്രം അയാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവസാനം ഒരു യോഗ്യതയും നേടാനാവാതെ അയാൾ സ്കൂൾ വിട്ടു. അയാൾക്ക് സ്കൂളിനെയും അവിടുത്തെ അധ്യാപകരെയും വെറുപ്പായിരുന്നു. അധ്യാപകർ അവനെ ഒരു മടിയനായിട്ടാണ് കണ്ടിരുന്നത്. സ്കൂളിൽ ശ്രദ്ധയില്ലായെങ്കിലും പാടത്തും പറമ്പിലും കളിച്ചു നടക്കാൻ ഹിറ്റ്ലർക്ക് ഇഷ്ടമായിരുന്നു. യുദ്ധം കളിക്കുമ്പോൾ എപ്പോഴും നേതാവിന്റെ വേഷം അയാൾ സ്വയം ഏറ്റെടുക്കും. മറ്റുള്ളവരെ ഭരിക്കാനും തന്റെ കീഴിൽ നിർത്താനും അയാൾക്ക് ഇഷ്ടമായിരുന്നു. ഒരു ജന്മനാ ഉള്ള നേതൃത്വ ഗുണം അയാൾ പ്രകടിപ്പിച്ചു. എന്നാൽ കളികളെക്കാൾ കൂടുതൽ അയാൾക്കിഷ്ടം വരയ്ക്കാനായിരുന്നു. അവന്റെ ചിത്രങ്ങളെ ഫാമിലി അംഗങ്ങൾ പ്രശംസിച്ചു. 13-14 വയസ്സുള്ളപ്പോൾ താൻ ഒരു ചിത്രകാരനാകാൻ പോകുകയാണെന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ ഒരു കലാകാരനാകാനുള്ള അവന്റെ തീരുമാനം അച്ഛനെ ഇഷ്ടപ്പെട്ടില്ല. അലോയിസ് ഹിറ്റ്ലർക്ക് മകനും തന്നെപ്പോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നായിരുന്നു ആഗ്രഹം. മകനെ വരയ്ക്കാനാണ് താല്പര്യമെന്നറിഞ്ഞപ്പോൾ അച്ഛൻ ദേഷ്യപ്പെട്ടു. അദ്ദേഹം മകനെ സ്ഥിരമായി അടിക്കാനും തുടങ്ങി. ഹിറ്റ്ലറുടെ സഹോദരി പൗലയുടെ വാക്കുകൾ ഇതിന് തെളിവാണ്. അവന് ധാരാളം അടി കിട്ടിയിരുന്നു. പക്ഷെ അവൻ കരയുകയോ കെഞ്ചുകയോ ചെയ്തില്ല. നിശബ്ദനായി എല്ലാം സഹിച്ചു. 1899 ഒരു ദുരന്തം ഹിറ്റ്ലറുടെ ജീവിതത്തിൽ സംഭവിച്ചു. അത് അവന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാനുള്ള ഒരു അവസരമായി മാറി. അവന്റെ അച്ഛൻ മരിച്ചു. അന്ന് ഹിറ്റ്ലർക്ക് 13 വയസ്സായിരുന്നു പ്രായം. അതോടുകൂടി അവന്റെ വഴികളിൽ തടസ്സമായി നിൽക്കാൻ ആരുമില്ലാതായി. 1907 സെപ്റ്റംബറിൽ 18 വയസ്സ് തികഞ്ഞ ഉടനെ ഹിറ്റ്ലർ ലിൻസിലെ തന്റെ വീട് വിട്ട് തലസ്ഥാനമായ വിയന്നയിലേക്ക് യാത്രയായി. അവിടെ എത്തിയ ശേഷം വിയന്നയിലെ അക്കാഡമി ഓഫ് ഫൈൻ ആർട്സിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അവൻ ഹാജരായി. അവിടെ തിരഞ്ഞെടുപ്പ് വളരെ കർശനമായിരുന്നു. 113 അപേക്ഷകരിൽ നിന്ന് വെറും 28 പേരെ മാത്രമാണ് തിരഞ്ഞെടുത്തത്. ഹിറ്റ്ലർക്ക് ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല.
പക്ഷെ അതവനെ പിന്തിരിപ്പിച്ചില്ല. തനിക്ക് പ്രവേശനം ലഭിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് അവൻ പരീക്ഷയെ സമീപിച്ചത്. തന്റെ കഴിവിൽ അവന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. തന്റെ കഴിവ് ഒരു നാൾ ലോകം അംഗീകരിക്കുമെന്ന് അവൻ എപ്പോഴും വിശ്വസിച്ചു. അക്കാലത്ത് അവൻ വരച്ച ചില ചിത്രങ്ങൾ ഇന്നും ലഭ്യമാണ്. എന്നാൽ ഹിറ്റ്ലർ പരീക്ഷയിൽ പരാജയപ്പെട്ടു. അവന്റെ ചിത്രങ്ങൾക്ക് മൗലികതയില്ലായിരുന്നു പരീക്ഷകരുടെ വിലയിരുത്തൽ. മാത്രമല്ല, അവൻ പരീക്ഷയ്ക്കായി ഒരു തയ്യാറെടുപ്പും നടത്തിയിരുന്നില്ല. തന്റെ ഉള്ളിലെ പ്രചോദനം മാത്രം മതിയാകുമെന്ന് അവൻ കരുതി. പിന്നീട് വിയന്നയിലെ ആർട്സ് അക്കാഡമിയിൽ നിന്ന് തനിക്ക് 2 തവണ പ്രവേശനം നിഷേധിക്കപ്പെട്ടതായി ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തിരസ്കാരം ഹിറ്റ്ലറിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എഴുതിയ മെയിൻ ക്യാമ്പ് എന്ന പുസ്തകത്തിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസമായിട്ടാണ് അവൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ അപമാനത്തെക്കുറിച്ച് അവൻ ആരോടും സംസാരിച്ചില്ല. അവനത് ലജ്ജാകരമായി തോന്നി. 1907 നവംബർ മുതൽ ഹിറ്റ്ലർ സ്ഥിരമായി ലിൻസിലേക്ക് മടങ്ങിപ്പോകാൻ തുടങ്ങി. ആർട്സ് അക്കാദമിയിൽ നിന്ന് പ്രവേശനം നിഷേധിക്കപ്പെട്ട് 2 മാസങ്ങൾക്ക് ശേഷം തന്റെ അമ്മ മരിക്കാൻ പോകുകയാണെന്ന വാർത്ത അവനെ തേടിയെത്തി. ക്ലാര ഹിറ്റ്ലർക്ക് സ്തനാർബുദമായിരുന്നു. ഡോക്ടർ ബ്ലോക്ക് എന്ന ഒരു യഹൂദ ഡോക്ടറായിരുന്നു അവരെ ചികിത്സിച്ചിരുന്നത്. ഈ വാർത്ത കേട്ട ഹിറ്റ്ലർ ആകെ തകർന്നുപോയി. അച്ഛനെ എത്രത്തോളം വെറുത്തിരുന്നുവോ അത്രത്തോളം ആഴത്തിൽ അവൻ അമ്മയെ സ്നേഹിച്ചിരുന്നു. അമ്മയുടെ മരണം അവന്റെ ജീവിതത്തിൽ മായാത്ത മുറിപ്പാടായി മാറി. ലിൻസിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു കെട്ടിടത്തിൽ അമ്മയുടെ കിടക്കയ്ക്ക് സമീപം ഹിറ്റ്ലർ രാവും പകലും ചെലവഴിച്ചു. വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷമാണ് ചരിത്രകാരനായ ഹറോൾഡ് സാന്റ്നർ ഈ കെട്ടിടം കണ്ടെത്തിയത്. അതിന്റെ ഉടമ ആദ്യമായി വിദേശ മാധ്യമങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ക്ലാര ഹിറ്റ്ലറുടെ കിടപ്പുമുറി അതായിരുന്നു. അമ്മ കിടപ്പിലായപ്പോൾ ഹിറ്റ്ലർ തന്റെ കട്ടിൽ അമ്മയുടെ കട്ടിലിനടുത്തേക്ക് മാറ്റിയിട്ടു. രാത്രിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയായിരുന്നു അത്. 1907 ഡിസംബർ 21 പുലർച്ചെ 2 മണിക്ക് ആ മുറിയിൽ വെച്ച് ക്ലാര ഹിറ്റ്ലർ മരണമടഞ്ഞു. മരണക്കിടക്കയിൽ വെച്ച് ഹിറ്റ്ലർ അമ്മയുടെ ചിത്രം അവസാനമായി വരച്ചു. അമ്മയായിരുന്നു അവന്റെ ലോകം. ഒരുപക്ഷെ ഹിറ്റ്ലർ ജീവിതത്തിൽ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരേ ഒരു സ്ത്രീ അവന്റെ അമ്മയായിരിക്കാം. മരിക്കുന്നതുവരെ അവൻ അമ്മയുടെ ഒരു ഫോട്ടോ പേഴ്സിൽ സൂക്ഷിച്ചിരുന്നു. അമ്മയുടെ ശവസംസ്കാര ദിവസം യുവനായ ഹിറ്റ്ലർ ഡോക്ടർ ബ്ലോക്കിന് ഹൃദയംഗമായ നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പരിചരണത്തിന് താൻ എക്കാലവും കടപ്പെട്ടിരിക്കുമെന്ന് വാക്ക് നൽകി. വർഷങ്ങൾക്ക് ശേഷം ലക്ഷക്കണക്കിന് യഹൂദന്മാരുടെ മരണത്തിന് കാരണമായപ്പോഴും ഹിറ്റ്ലർ ആ വാക്ക് പാലിച്ചു. ഫ്യൂറർ ആയിരുന്നപ്പോൾ അവൻ ആ ഡോക്ടറുടെ ജീവൻ രക്ഷിച്ചു. അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് രക്ഷപ്പെടാൻ അനുവദിച്ചു. മറ്റാർക്കും നൽകാത്ത ഒരു വിശേഷണം അവൻ ഡോക്ടർ ബ്ലോക്കിന് നൽകി. എഡ്ലർ യൂത്ത് അഥവാ കുലീനനായ യഹൂദൻ. മറ്റെല്ലാ യഹൂദന്മാരെയും ഉൾപ്പെടുത്തിയ വിഭാഗത്തിൽ നിന്ന് അവൻ അദ്ദേഹത്തെ ഒഴിവാക്കി. അമ്മയുടെ മരണം ഹിറ്റ്ലറെ മാനസികമായി തകർത്തു. അവൻ വിയന്നയിലേക്ക് മടങ്ങി. സ്റ്റെംബർഗാസെ 31 എന്ന സ്ഥലത്തെ ഒരു കെട്ടിടത്തിലായിരുന്നു അവൻ താമസിച്ചിരുന്നത്. ചരിത്രകാരനായ ഹറോൾഡ് സാന്ററാണ് ഈ സ്ഥലവും വീണ്ടും കണ്ടെത്തിയത്. പല ഡോക്യുമെന്ററികളും അവൻ താമസിച്ചിരുന്നത് അടുത്തുള്ള മഞ്ഞ കെട്ടിടത്തിലാണെന്ന് തെറ്റായി അവകാശപ്പെട്ടിരുന്നു. 3-ാം റേക്ക് മനഃപൂർവ്വം പ്രചരിപ്പിച്ച ഒരു തെറ്റായ വിവരമായിരുന്നു അത്. ഹിറ്റ്ലർ ഒരു മോശം സാഹചര്യത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് ആളുകൾ അറിയരുതെന്ന് അവർ ആഗ്രഹിച്ചിരിക്കാം. അമ്മ നൽകിയ പണം കൊണ്ടാണ് യുവനായ ഹിറ്റ്ലർ ജീവിച്ചിരുന്നത്. പതിയെ പതിയെ അവൻ വിഷാദത്തിലേക്ക് വഴുതി വീണു. അവൻ ഒരു ജോലിയും ചെയ്തില്ല, ഒന്നിനും പരിശീലനം നേടിയില്ല, പഠിച്ചുമില്ല. ഉച്ചയ്ക്ക് മുൻപ് എഴുന്നേൽക്കാത്ത ഒരു ചെറുപ്പക്കാരനായി അവൻ മാറി. പിന്നീട് ചാൻസലറായ ശേഷവും അവന്റെ ഈ ശീലം തുടർന്നു. 1909 വേനൽക്കാലം വരെ ഹിറ്റ്ലർ ആ പണം കൊണ്ട് ജീവിച്ചു. പിന്നീട് വാടക കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവന് തെരുവിലിറങ്ങേണ്ടി വന്നു. ചില രാത്രികളിൽ അവൻ പൊതുബെഞ്ചുകളിൽ കിടന്നുറങ്ങി. തണുപ്പുകാലം വന്നപ്പോൾ ഭവനരഹിതർക്കുള്ള അഭയകേന്ദ്രങ്ങളിൽ അഭയം തേടി. പകൽ സമയത്ത് കന്യാസ്ത്രീകൾ നടത്തിയിരുന്ന ഒരു സൂപ്പ് കിച്ചണിന്റെ മുന്നിൽ അവൻ ക്യൂ നിന്നു. 20-ാം വയസ്സിൽ അഡോൾഫ് ഹിറ്റ്ലർ ഒരു ഭവനരഹിതനായിരുന്നു. അവനൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ ആരുമായിരുന്നില്ല, അവനൊരു ഭാവിയും ഉണ്ടായിരുന്നില്ല. 1910 പുരുഷന്മാർക്കായുള്ള ഒരു ഹോസ്റ്റലിലേക്ക് അവൻ താമസം മാറി. ഇന്ന് അതൊരു ആധുനിക റിട്ടയർമെന്റ് ഹോമാണ്. ടൂറിസ്റ്റുകൾക്ക് പോസ്റ്റ് കാർഡുകൾ വരച്ചു കൊടുത്താണ് അവൻ ഉപജീവന മാർഗം കണ്ടെത്തിയത്. ഈ ദുരിത ജീവിതം വർഷങ്ങളോളം തുടർന്നു. എന്നാൽ ഹിറ്റ്ലറുടെ മനസ്സിൽ ഇതിനൊന്നും കാരണം താനല്ലായിരുന്നു.
സമൂഹത്തിലെ ഉന്നതരോടുള്ള അടങ്ങാത്ത ദേഷ്യം അവന്റെ മനസ്സിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവർ മാത്രമാണെന്ന് അവൻ വിശ്വസിച്ചു. ആ ഉന്നതർക്ക് ദീർഘവീക്ഷണമില്ലായിരുന്നു. കാരണം അവർക്ക് യുവനായ അഡോൾഫിന്റെ പ്രതിഭയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇത് അവന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു. അവൻ ഒരിക്കലും സ്വയം ചോദ്യം ചെയ്തില്ല. ഓസ്ട്രിയൻ ഉന്നതർക്കിടയിലെ തന്റെ ശത്രുക്കളെ ഹിറ്റ്ലർ വ്യക്തമായി തിരിച്ചറിഞ്ഞു: യഹൂദന്മാർ. അക്കാലത്ത് വിയന്നയിലെ സാമ്പത്തികവും സാംസ്കാരികവും ജീവിതത്തിൽ അവർക്ക് പ്രധാന സ്ഥാനങ്ങളുണ്ടായിരുന്നു. 1913 യൂറോപ്പിലെ ഏറ്റവും കടുത്ത യഹൂദവിരുദ്ധ നഗരങ്ങളിലൊന്നായിരുന്നു വിയന്ന. വിയന്നയിൽ വലിയൊരു യഹൂദ ജനസംഖ്യയുണ്ടായിരുന്നു. നഗരത്തിലെ ജനസംഖ്യയുടെ ഏകദേശം 10% യഹൂദരായിരുന്നു. ഈ സമയത്താണ് തന്റെ യഹൂദവിരുദ്ധത വളർന്നതെന്ന് ഹിറ്റ്ലർ മെയിൻ ക്യാമ്പിൽ അവകാശപ്പെടുന്നു. എന്നാൽ ചരിത്രകാരന്മാർ ഇന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ചില അവകാശവാദങ്ങളെ സംശയത്തോടെയാണ് കാണുന്നത്. അതുവരെയുള്ള തന്റെ ജീവിതത്തെക്കുറിച്ച് അവൻ കള്ളം പറഞ്ഞു. തനിക്ക് യോഗ്യതകളില്ലെന്നും തനിക്കൊരിക്കലും ഒരു ജോലിയുണ്ടായിരുന്നില്ലെന്നും അവൻ കള്ളം പറഞ്ഞു. ആർക്കും അതറിയില്ലായിരുന്നു. മെയിൻ ക്യാമ്പ് ഒരു പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു. അതൊരു സാങ്കല്പിക ആത്മകഥയായിരുന്നു. അഡോൾഫ് ഹിറ്റ്മാർക്ക് എന്ന മിഥ് സൃഷ്ടിക്കുകയായിരുന്നു അതിന്റെ ലക്ഷ്യം. 1914 ഓഗസ്റ്റ് 1 ജർമ്മനി റഷ്യയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം.